ഏതൊരു രാജ്യത്തും ഡെമോക്രസി ഏത് അളവ് വരെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടത് ഇലക്ഷൻ കാലത്തേക്കാണ്. ഇലക്ഷൻ പടിവാതിൽക്കലെത്തുമ്പോഴേക്ക് ഒരുപക്ഷെ ഒരു വർഷം മുൻപ് മുതലേ തുടങ്ങുന്ന മുന്നൊരുക്കങ്ങൾ, ആ മുന്നൊരുക്കങ്ങളുടെ കൂട്ടത്തിൽ ഡെമോക്രസി എന്നതിൻ്റെ അന്തസത്ത തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മറന്നു പോകുന്നു. ഏതൊക്കെ തരത്തിലാണോ വോട്ടേഴ്സിനെ സ്വാധീനിക്കാവുന്നത് ആ തരത്തിലുള്ള കുപ്രചരണങ്ങൾ മുഴുവനും തുറന്നു വിടുന്നു. യഥാർത്ഥത്തിൽ ഓരോ പാർട്ടിയുടെയും തനി സ്വരൂപം, കൃത്യമായിട്ടും പാർട്ടിയുടെ ഉള്ളിലിരിപ്പ് എന്ത്, ലക്ഷ്യത്തിലേക്ക് കയറിപ്പറ്റാൻ, ലക്ഷ്യത്തിലെത്തിച്ചേരാൻ വേണ്ടി ഏതൊക്കെ കുസ്ലിത മാർഗങ്ങൾ സ്വീകരിക്കാൻ ഓരോ പാർട്ടിയും തയ്യാറാണ്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആ ഇലക്ഷൻ്റെ കാലം അടുക്കണം. ഇലക്ഷൻ്റെ ചൂടിലേക്ക് ഓരോ പാർട്ടിയും മുന്നേറണം. ഇപ്പോൾ 2024 നമുക്കറിയാം, ലോകത്തെ ഏറ്റവും അധികം ഡെമോക്രസികൾ ഇലക്ഷനെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു രാജ്യത്തെയും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നോക്കുകയാണെങ്കിൽ അവരേതൊക്കെ തരത്തിൽ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു പരിശോധന, ഒരു വിലയിരുത്തൽ നടത്തിയാൽ നമുക്കറിയാൻ കഴിയും. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാജ്യത്തും മോശക്കാരല്ല. എല്ലാവരും എല്ലാത്തരം കളരിപ്പയറ്റും നടത്തും. എല്ലാത്തരം കളരിപ്പയറ്റ് എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ 18 അടവും കഴിഞ്ഞ് മുട്ടടവും കഴിഞ്ഞ് എങ്ങനെയാണ് കുതികാല് വാരി അപരനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ തോൽപ്പിക്കുക എന്ന ചിന്തയോടുകൂടിയാണ്. പക്ഷേ ഇതിനെല്ലാം ആക്കുന്നത് ആരെയാണ്? വോട്ടേഴ്സിനെയാണ് കരുവാക്കുന്നത്. വോട്ടേഴ്സിനെ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടേഴ്സ് എല്ലാം അജ്ഞരാണ്, അവർക്ക് യാതൊരു ഗ്രാഹ്യവുമില്ല എന്നൊക്കെയുള്ളൊരു ധാരണ വച്ചു പുലർത്തിക്കൊണ്ടാണ് മുന്നേറുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷേ പലപ്പോഴും ഇലക്ഷൻ വിജയമോ അല്ലെങ്കിൽ പരാജയമോ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് അവർ മനസ്സിലാക്കുക തങ്ങൾ വിധി എഴുതിയ അതായത് ഒന്നിനും കൊള്ളാത്ത വിവരദോഷികളായ വോട്ടേഴ്സ് എന്ന് വിധി എഴുതി തള്ളിയവർ അത്ര കൊള്ളരുതാത്തവരല്ല, അത്ര വിഡ്ഢികളല്ല, അവർക്ക് സാമാന്യജ്ഞാനമുണ്ട്, അവരോരോ പാർട്ടിയെയും അത്ര മോശമല്ലാത്ത രീതിയിൽ വിലയിരുത്തുന്നു എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കറിയാം. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇന്ത്യ ഭരിച്ചത് ഒരേ ഒരു പാർട്ടിയാണ്, അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള പാർട്ടിയാണ്. ഈ പാർട്ടി 141 അതായത് മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥികളെ വില കൊടുത്ത ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണം സ്വന്തമാക്കാൻ വേണ്ടി, സ്വന്തം പാർട്ടിയുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ഒരു സ്വേച്ഛാധിപത്യ ശൈലിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിൻ്റെ പ്രാരംഭം എന്ന നിലയിൽ 141 തിരഞ്ഞെടുക്കപ്പെട്ടവരെ പണം കൊടുത്തും മറ്റ് പലതരത്തിലും സ്വാധീനിച്ച് സ്വായത്തമാക്കുകയും ഗവൺമെൻറ്റുകളെ തകിടം മറിക്കുകയും സ്വന്തം ഗവൺമെൻറ്റുകൾ ഫോം ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് ഈ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുക. ഇപ്പോൾ ഇതാ നാം വീണ്ടും ഒരു ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഈ പ്രാവശ്യം, അതായത് 3ാം വട്ടം അടുപ്പിച്ചടുപ്പിച്ച് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാനം, ഈ കൊച്ചു സംസ്ഥാനത്തെ വന്ന് കാണുന്നു, ജനങ്ങളെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഈ മൂന്നാം വിസിറ്റിൽ എന്തൊക്കെയാണ് കഴിഞ്ഞ വിസിറ്റിൽ അദ്ദേഹം പറഞ്ഞത്? വനിതകളെ ചേർത്ത് നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, നമ്മളിപ്പം ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്തുമുണ്ട് അമ്മമാരെ ചേർത്ത് നിർത്തുന്ന നരേന്ദ്രമോദി. അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് സ്ത്രീകൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ നേട്ടങ്ങളുടെ ഒക്കെ കാരണക്കാരൻ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം വനിതകളെ ചേർത്ത് നിർത്തുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയിൽ സ്ത്രീകൾ ശ്വാസം വിട്ട് അല്ലെങ്കിൽ നല്ല ആഹാരമല്ല എങ്ങനെയെങ്കിലും ആഹാരമൊക്കെ കഴിച്ചതിന് നമുക്കറിയാം ഇന്ത്യയിലെ സ്ത്രീകൾ ഏതെല്ലാം തരത്തിൽ ഇപ്പോഴും എപ്പോഴും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെന്ന്. അതൊന്നൊന്നായിട്ട് എണ്ണി ഞാൻ ഒരിക്കൽ പറയാം. പക്ഷേ ഇപ്പോഴല്ല, ഇപ്പോൾ നിങ്ങളുടെ സമയം അതിനു വേണ്ടി നഷ്ടപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല.
അങ്ങനെ സ്ത്രീകളെ പറ്റി പറയുന്നു. അത് മാത്രവുമല്ല കേട്ടോ, നരേന്ദ്രമോദിയുടെ തടവും തലോടലും പിന്നെ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ അച്ഛന്മാർ മക്കളെ നന്നായിട്ട് പരിപാലിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും അതേ മക്കളെ പരിപാലിക്കുന്നതൊക്കെ നരേന്ദ്രമോദിയുടെ തടവൽ അമ്മമാർക്ക് ലഭിക്കുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ, തടവൽ എന്നതുകൊണ്ട് ഞാൻ ദുരുദ്ദേശത്തോടെ അല്ല പറയുന്നത്, ഓരോ തരത്തിലുള്ള ചേർത്ത് നിർത്തൽ. അതായത് കുക്കിംഗ് ഗ്യാസ് കൊടുക്കുന്നു. നമുക്കത് തന്നെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് 2014 ഭരണത്തിൽ വന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും നൽകും എന്ന് പറഞ്ഞാണ് ഭരണത്തിൽ വന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? കുക്കിംഗ് ഗ്യാസിൻ്റെ വില അന്ന് 435 രൂപയായിരുന്നു. ഇപ്പോൾ അത് എത്രയാണ് കൊടുക്കേണ്ടത്? 1062 രൂപയിലെത്തിയത് 960 താഴ്ന്നിരിക്കുന്നു. അപ്പോൾ 435 രൂപയിൽ നിന്നാണ് 960 ഇരട്ടിയിലധികമാണ് വില വർധനവുണ്ടായത്. എന്നിട്ട് പറയുക സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നു എന്ന്. ഇതുപോലെയാണ്, അടിസ്ഥാനരഹിതമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ന്യായങ്ങളും. അതായത് ഇതൊക്കെ ഈ കോടിക്കണക്കിന് രൂപ ചാനലുകൾക്കും പത്രങ്ങൾക്കും കൊടുത്ത്, അതായത് ദരിദ്രനാരായണന്മാരുടെ ഇന്ത്യയിലെ നികുതി പണമെടുത്ത് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി, മോദി ഗവൺമെൻറ്റിൻ്റെ മുഖം മിനുക്കാൻ വേണ്ടി എല്ലാ മാധ്യമങ്ങളും സ്വീകരിക്കുകയാണ്. അതായത് എത്ര മോശമായ അഡ്വർടൈസ്മെൻ്റ്, അതായത് സത്യവിരുദ്ധമായ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും അതിനു വേണ്ടി നല്ല പണം ചെലവഴിച്ചാൽ ആ അഡ്വർടൈസ്മെൻറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. അത് മാധ്യമങ്ങൾ ഡെമോക്രസിയുടെ 4ാം തൂണാണ് എങ്കിലും ഒരിക്കലും അത് മാന്യമായ അപ്രോച്ചല്ല എന്ന കാര്യം ഓരോ മാധ്യമങ്ങളും ഓർത്തിരിക്കണം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ അഡ്വർടൈസ്മെൻറ്റ് പ്രചാരണ തന്ത്രങ്ങൾക്ക് മാത്രമേ നിന്നു കൊടുക്കാവൂ. പണം കണ്ടാൽ ഉടനെ അതായത് നമ്മുടെ സന്മാർഗബോധം മുഴുവനും നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ നാമും അതായത് അഭിമാനിയല്ലാത്ത സ്ത്രീയും തമ്മിൽ, ഒരു മാധ്യമവും അഭിമാനിയല്ലാത്ത സ്ത്രീയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? പണം കണ്ടാൽ ചോർന്നു പോകുന്നതാണ് അഭിമാനമെങ്കിൽ. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ്, മാധ്യമങ്ങൾ ഇത്തരം അബദ്ധജടിലമായ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ മുൻപിൽ മുട്ടുമടക്കരുത്. പണം എത്ര വച്ചു നീട്ടിയാലും നോ, ഇത് പറയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയണം. അതുപോലെ മറ്റൊരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ. എന്താണത്? 80 കോടി പേരെ അരിയും മറ്റതുപോലെയുള്ള സാധനങ്ങൾ ഭക്ഷ്യസുരക്ഷയിൽ ചേർത്ത് നിർത്തിയിരിക്കുന്നു നരേന്ദ്രമോദി എന്നാണ് പറയുന്നത്. ഈ 80 കോടി പേർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനതയുടെ, അതായത് 142,86 ലക്ഷം വരുന്ന ഇന്ത്യൻ ജനതയുടെ 68.5% നമ്മൾ ഓർക്കണം. 68% എന്ന് പറയുമ്പോൾ ആ 68% ചേർത്ത് നിർത്താൻ അവർക്ക് സെക്യൂറായിട്ട് ഭക്ഷണം അവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞ നിയമം ഏതാണ്? 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യസുരക്ഷാ നിയമം. ആ ഭക്ഷ്യസുരക്ഷാ നിയമത്തിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത് പാവപ്പെട്ടവർക്ക്, അതായത് പാവപ്പെട്ടവരുടെ ഗണത്തിൽ താഴെത്തട്ടിൽ 68.5% പേരെ ആണ് ചേർത്തിരിക്കുന്നത്. അവർക്ക് ഭക്ഷണം അവകാശപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ വില കൂടിയാൽ അവരുടെ പ്രാപ്യമായ രീതിയിൽ വില കുതിച്ചുയർന്നു പോയാൽ, അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടം, കോവിഡ് പോലത്തെ പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ, പ്രളയ ഘട്ടമുണ്ടായാൽ, അതുപോലെ വരൾച്ചയുടെ പട്ടിണിയുടെ ഘട്ടമുണ്ടായാൽ അപ്പോഴൊക്കെ അവരെ ചേർത്ത് നിർത്താനാണ് ഭക്ഷ്യസുരക്ഷാ ആക്റ്റിൽ 68% പേർക്ക്, ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 80 കോടിയോ 82 കോടിയോ വരുമത്, അവർക്ക് വേണ്ടി ആ വാഗ്ദാനം കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് 2013 UPA ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. അതുപോലെ ഈ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് കോവിഡ് കാലത്തും അതിനുശേഷവുമൊക്കെ ഇവിടെ കുടുംബങ്ങളിൽ തീ പുകഞ്ഞത്? തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട്. തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസത്തിലെങ്കിലും തൊഴിലുറപ്പ് പദ്ധതി 2005 നിയമമാണ്. ആരാണ് ആ നിയമം കൊണ്ടുവന്നത്? UPA 1ാം ഗവൺമെൻറ്റാണ്. അന്ന് ഈ LDF തുടങ്ങിയുള്ള പാർട്ടികളുടെ ഒക്കെ സപ്പോർട്ടോടു കൂടിയാണ് ആ നിയമം കൊണ്ടുവന്നത് എന്നും കൂടി ഓർക്കുക. അപ്പം അതായത് ഇന്ത്യയിലെ ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സഹായകമായ 2 പ്രധാനപ്പെട്ട നിയമങ്ങളും UPA 1ഉം UPA 2ഉം കൊണ്ടുവന്നതാണ്.
അതൊക്കെ എത്ര എളുപ്പമാണ് നരേന്ദ്രമോദി മറച്ചു വയ്ക്കുന്നത്. എന്നിട്ട് തൻ്റെ മുഖം മിനുക്കാൻ വേണ്ടി, ഓർമ്മിക്കണം, നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം, ആ അന്തസ് പാലിക്കാൻ വേണ്ടിയെങ്കിലും അദ്ദേഹം ഇതുപോലെയുള്ള മിനുക്കുപണികൾക്ക് നിന്നു കൊടുത്തുകൂടാ. അത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാനുള്ള പോയിൻ്റ് ഓരോ റേഷൻ കടകളിലും ഉണ്ടാക്കുക, ഇങ്ങനെ എന്തൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാക്കുക. തീർച്ചയായിട്ടും ഒരു വലിയ രാജ്യത്തിൻ്റെ, അതായത് ലോകത്തെ ഏറ്റവും വലിയ ജനതയുള്ള രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഒരു വലിയ ജനതയുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഒട്ടും യോജിക്കുന്നതല്ല ഇത്തരമുള്ള കുപ്രചരണങ്ങൾ ഒന്നും തന്നെ, ഇത്തരമുള്ള മേനിമിനുക്കം ഒന്നും തന്നെ. മൂന്നാം പ്രാവശ്യം ഭരണത്തിൽ വരണമെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു വേണം ഭരണത്തിൽ വരാൻ. സത്യസന്ധമായി കൃത്യമായി കാര്യങ്ങൾ അർഹിക്കുന്നവർക്കെല്ലാം ആ അർഹിക്കുന്ന നേട്ടങ്ങൾ അവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ നേട്ടങ്ങൾ ഇത്രയാണ് എന്ന് കൃത്യമായി എണ്ണി പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കണം. എന്നിട്ട് ശരി, അദ്ദേഹത്തിന് കൊടുക്കാം, അദ്ദേഹം അർഹിക്കുന്നു എന്ന് ജനത്തിന് തോന്നുന്നുവെങ്കിലാണ് വോട്ട് മേടിച്ച് അദ്ദേഹം ഭരണത്തിൽ വരേണ്ടത്. അതല്ലാതെ കഴിഞ്ഞ കാലഘട്ടങ്ങളെയൊക്കെ തമസ്കരിച്ചുകൊണ്ട്, അതിൻ്റെയൊക്കെ മുകളിൽ കറുത്ത പെയിൻ്റ് അടിച്ച് മറച്ചുകൊണ്ട്, താൻ മാത്രമേ ഉള്ളൂ, താൻ മാത്രം കൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ എത്തിയത് എന്ന് പറയുന്ന ആ വിഡ്ഢിത്തം മനസ്സിലാക്കാൻ കഴിവുള്ള വോട്ടേഴ്സാണ് ഇന്ത്യയിലുള്ളത് എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കണം.